എന്താ പരിപാടി? പഴംപൊരിയൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ വന്നത്. പഴംപൊരി ചായയൊക്കെ ഉണ്ട്. എല്ലാം ചിലരൊക്കെ ലീവ് കിട്ടുമ്പോഴത്തേനും ഇങ്ങോട്ട് കയറി വരും. ഓസിന് ചായയും പഴംപൊരി അടിക്കാൻ. തക്കം കിട്ടിയാൽ ബാക്കിയുള്ളവരെ കുറ്റം പറയും. എനിക്ക് വേണ്ട സാധിക്ക. പോകാൻ പറഞ്ഞ നിങ്ങൾ കാര്യാക്കണ്ട. നിങ്ങൾ ഈ ചായ കുടിച്ചോണി. വേണ്ട സാധിക്ക, വയറ് നിറഞ്ഞ്. എനിക്ക് പല പ്രശ്നമുണ്ടോ? ഇപ്പൊ ചെയ്തത് മോശമായി പോയി. മോശമായിപ്പോയി. ഒന്നുമില്ലെങ്കിൽ പ്രായം നോക്കണ്ടേ. ഇനിയിപ്പോ എല്ലാരും കൂടി ഇന്റെ നെഞ്ഞത്ത് കയറിയോളി. കാക്ക എന്താണ് ചെങ്ങായിട്ട് മനുഷ്യനെ പേടിപ്പിക്കണ്? ജ്യേഷ്ഠന് സുഖമില്ലെന്നും പറഞ്ഞപ്പോ നാട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചു. നാട്ടിൽ പോലും നിർബന്ധ. എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്താടാ ചെയ്യാ? നിങ്ങളോടല്ലാതെ ഞാൻ ആരോടാ പിന്നെ പറയാ? അസ്ലമയുടെ ഞാൻ നോക്കട്ടെ. ഏതാനും പോകാൻ ഒരുങ്ങിക്കോ. പൈസന്റെ കാരണം എനിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാ. എൻ്റെ അടുത്ത് പൈസ എന്തെങ്കിലും ഉണ്ടാ? പെട്ടെന്ന് നാട്ടിൽ പറഞ്ഞേക്കണം. എങ്ങനെ സാധിക്കും പൈസ ഉണ്ടാകുക? ആ കിട്ടുന്നൊക്കെ ദൂർത്തർച്ചകളല്ലേ? അബ്ബാസേ, ഇപ്പൊ നമ്മള് നോക്കണ്ട. ഓനെ എങ്ങനെയെങ്കിലും നാട്ടുകാർ പറഞ്ഞു കഴിക്കണം. അനീഫ, പൈസന്റെ കാരണം സുഖമില്ല. ഞാൻ അബ്ബാസിനോട് ചോദിച്ചു, ഓൻ്റെ അടുത്ത് ഒന്നുമില്ല. സാധിക്കാൻ ഒന്നുമില്ലടാ. ഇപ്പൊ പെരപ്പണിയും മോളെ കല്യാണം ആയിട്ട്. കാക്ക എന്തിയടാ? ആയിക്കോട്ടെ, ഞാൻ ആണ്ട് വരാം. ആ കാക്ക എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. എന്താ ചെയ്യാ? ആരോടാ റബ്ബെന്ന് ചോദിക്കുക? സാധിക്കുന്ന എവിടെ ഇരിക്കണേ? മൊയ്തീൻ ഭായി, പൈസന്റെ ജ്യേഷ്ഠന് സുഖമില്ല. ഓനൊന്ന് നാട്ടിൽ പറഞ്ഞേക്കണം. അതിനുള്ളൊരു ഓട്ടത്തിലാണ് ഞാന്. എപ്പോഴെപ്പത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടാളും നല്ല സുഖത്തിലല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പറയാതിരുന്നത്. എന്റെ സാധിക്ക, അതൊക്കെ നോക്കേണ്ട സമയപ്പത്. എന്നെ കൊണ്ട് കഴിയണ ഞാൻ ചെയ്യൂലേ. എങ്ങനെ നന്ദി പറയണ്ടേ എനിക്കറിയാം. നിങ്ങൾ എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്ദി ഇങ്ങോട്ടല്ല, ഇയാളോട് പറയും. ഈ പോകാനുള്ള കാരണം ഇയാളാ. മൊയ്തീൻക, നിങ്ങളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ എന്താ പകരം ചെയ്യാന്ന് എനിക്ക് അറിയില്ല. മരിക്കുമ്പോഴും പൈസയിൽ തോന്നും. അതൊന്നും സാരല്ലടാ. എന്നെക്കാട്ടി സാലറി കൂടുതലുണ്ട് പൈസ നിനക്ക്. നീ കിട്ടണ മുഴുവനും ദൂർത്തലിച്ച് കളയാണ്. എന്റെ അവസ്ഥ നിനക്ക് വരരുത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ്. 35 കൊല്ലായി ഞാൻ ഈ ഗൾഫിൽ കാണാൻ കഷ്ടപ്പാടാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാലോ, ഞാൻ ഗൾഫ് നിർത്തിയിട്ട് പോയതാണ്. ഇങ്ങോട്ടും വരാനുള്ള കാരണം പൈസ ഇല്ലെങ്കിൽ നാട്ടില് മഴയിൽ നടക്കുന്ന നായിന്റെ വില പോലും ഇല്ല മോനെ. പടച്ചോൻ കാക്കട്ടെ നമ്മളൊക്കെ. പോയിട്ടോ മോനെ. സാധിക്ക, പൈസയില് മുണ്ടിയില്ലേ, എന്റെ എല്ലാ വിഷമവും മാറി.